അപ്പം നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് ചാളയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഞാൻ വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് അധികം തന്നെ ഞാൻ എടുത്തിട്ട് ഇന്ന് വറുത്തിട്ട് വിനാഗിരിടും കേട്ടോ. കുറേ ദിവസമായി അങ്ങനെ കൂട്ടിയിട്ട് ബാക്കിയുള്ളത് തിളപ്പിക്കും. അപ്പോൾ ഇവിടെ മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തേങ്ങ അരച്ച കറി വെക്കട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്കും ആർക്കും വേണ്ട, എല്ലാവർക്കും ചാളയല്ലേ, അതുകൊണ്ടിട്ട് നല്ല മുളകിൽ തിളപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി അന്ന് അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ദേ വറുക്കാനുള്ളതിലോട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ 2 തക്കാളി എടുത്ത് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നേരം കൊണ്ട് ഞാൻ അപ്പുറത്തടപ്പിൽ മീനും വറുക്കാനിട്ടിട്ടുണ്ട്. ഉള്ളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് ചാറിന് ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പുളിക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഈ മീൻകറിയുടെ കളർ കണ്ടിട്ട് അയ്യോ ഇത്രയും എരിവാന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാനിത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇത്രയും കളറ്. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനടുത്തോട്ട് ചാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുക്കാനിട്ട മീനിൻ്റെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് അച്ചിങ്ങയും കൂടെ താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കയ്യോടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അച്ചിങ്ങയെല്ലാം അരിഞ്ഞ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വറുക്കാനിട്ട മീനെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് നമുക്ക് ഇച്ചിരി കൂടെ വറുക്കാനുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. മീൻകറി അടപ്പത്ത് കിടന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചാറ് വേണം. അതുകൊണ്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴും തേങ്ങ അരച്ച് കറി വെക്കണത്. അതാകുമ്പോഴത്തേക്കും ഇച്ചിരി അങ്ങോട്ട് നീട്ടി വെക്കാമല്ലോ. ഇതിപ്പോൾ ചാള തിളപ്പിച്ചാൽ മതി പോലും. ഇതിൽ ഞാൻ എങ്ങനെയാണ് ഒരു കലം ചാറ് വെക്കണത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തീ ഓഫാക്കി കേട്ടോ. അപ്പോൾ ആ അടപ്പ് ഒഴിഞ്ഞപ്പോഴത്തേക്കും അച്ചിങ്ങ താളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ഇതേ കടുകൊക്കെ പൊട്ടിച്ച് അച്ചിങ്ങയും സവോളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇത്തിരി എരിവിന് വേണ്ടി ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചിങ്ങ അവിടെ ഇരുന്ന് ആവിലിരുന്ന് വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ രണ്ടാമത് വറുക്കാനിട്ട മീനില്ലേ, അതും കൂടെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ അച്ചിങ്ങ ഇടക്കും തലക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ വറുത്തെടുത്ത ചാള വിനാഗിരിയിൽ കുളിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് വിനാഗിരിയും ചേർത്ത് ഉപ്പ് കൂട്ടുക. നല്ലതുപോലെ തിള വരുമ്പോഴത്തേക്കും നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് അവിടെ നിന്ന് തിളച്ച് ആ ഗ്രേവി എല്ലാം ആ മീൻ വറുത്തതിൽ പിടിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ചാള വറുത്ത് വിനാഗിരി ഇട്ടതും റെഡിയായി. അങ്ങനെ അത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ ഓരോരുത്തരുടെ പാത്രത്തിലോട്ട് ചോറ് വിളമ്പി കറികളൊക്കെ സൈഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാളക്കറി ഞാൻ ചട്ടിയാട് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുളം പോലെ കോരിയിട്ട് കഴിക്കട്ടെ എന്ന്. അപ്പോൾ അത്ര